എല്ലാവരും ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ലാലേട്ടൻ്റെ പേയ്മെന്റ് എത്രയാണ്? ഇതൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണല്ലേ. ചില സെലിബ്രിറ്റീസിന്റെ ഒക്കെ പേയ്മെന്റ് അവർ തന്നെ ഓപ്പൺ ആയിട്ട് മീഡിയാസിന്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. മലയാളം ബിഗ് ബോസ് സീസൺ 1ന്റെ വിന്നർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിഗ് ബോസ് കൊണ്ട് അവരുടെ ജീവിതം രക്ഷപ്പെട്ടു. സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണയ്ക്ക് ആഴ്ചയിലെ പേയ്മെന്റ് 1 ലക്ഷം 1.5 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ പേയ്മെന്റ് കൂടുതലായതിന്റെ പേരിൽ ബിഗ് ബോസിന് ഒരു 50 ഡേയ്സിനൊക്കെ മുന്നേ തന്നെ ഇറങ്ങേണ്ട വന്നിട്ടുണ്ട്. നല്ല രീതിയിലുള്ള പേയ്മെന്റ് കിട്ടി അവർ ആ മത്സരാർത്ഥിയായിട്ട് സംസാരിച്ചിട്ട് പുറത്താക്കുകയാണ് ചെയ്തത് എന്നുള്ള ഒരു കാര്യം, അതൊരു എക്സ്ക്ലൂസീവ് കാര്യമാണ്. അപ്പൊ ചിലർ വിചാരിക്കും 3, 4, 5, 6, 7 ഈ സീസണുകളിലൊക്കെ ഇങ്ങനെയായിരിക്കും പേയ്മെന്റ്. കണ്ടസ്റ്റൻസിന്റെ പേയ്മെന്റ് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സീസൺ 1നേക്കാളും സീസൺ 2നേക്കാളും എന്തായാലും പേയ്മെന്റ് കുറവാണ്. ഇതിന്റെ ഒരു ട്വിസ്റ്റ് ഈ ഒരു ടോപ്പിക് പറഞ്ഞ് നിരവധി ചാനലുകൾ, യൂട്യൂബ് ചാനലുകൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. അതിലൊക്കെ എത്രമാത്രം സത്യമുണ്ട്, അതൊക്കെ ഉള്ളതാണോ, അദ്ദേഹം പേയ്മെന്റ് കൂടുതലായിട്ടൊന്നും ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതാണ് ഇപ്പൊ എക്സ്ക്ലൂസീവ്ലി നമുക്ക് അറിയാൻ പറ്റുന്ന റിപ്പോർട്ട് എന്ന് പറയാം. ലാലേട്ടൻ സീസൺ 1ലും സീസൺ 2ലും മേടിച്ചുകൊണ്ടിരുന്നത്. മലയാളം ബിഗ് ബോസ് സീസണുകളിലെ മത്സരാർത്ഥികളുടെയും ലാലേട്ടന്റെയും പ്രതിഫലം എത്ര? ഇതൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണല്ലേ. എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഭയങ്കര വെയിറ്റിംഗ് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് ഈ ഒരു ടോപ്പിക്ക് പറഞ്ഞ് നിരവധി ചാനലുകൾ, യൂട്യൂബ് ചാനലുകൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ലാലേട്ടൻ്റെ പ്രതിഫലം എത്ര, കണ്ടസ്റ്റൻസിൻ്റെ ഇത്രയും പ്രതിഫലം. ഞാൻ ഇതിന് മുന്നേ ഉള്ള കുറച്ച് യൂട്യൂബ് ചാനൽസിൻ്റെ വീഡിയോസ് ആയിട്ടും ഷോർട്സ് ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ മുൻ സീസണിലെ വിന്നറായിരുന്ന അനുമോളുടെയൊക്കെ ആഴ്ചയിലെ പേയ്മെൻറ്റ് 1 ലക്ഷം 1.5 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ എത്രമാത്രം സത്യമുണ്ട്, അതൊക്കെ ഉള്ളതാണോ എന്നുള്ളത്. കാരണം ഈ ചാനൽസിന് എവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടുന്നു? ആ സെലിബ്രിറ്റീസിന്റെ പേയ്മെന്റ്, ചില സെലിബ്രിറ്റീസിന്റെ ഒക്കെ പേയ്മെന്റ് അവർ തന്നെ ഓപ്പൺ ആയിട്ട് മീഡിയാസിന്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുന്നത്തെ സീസണിൽ ഉണ്ടായിരുന്ന സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണയ്ക്ക് പല ചാനലിലായിട്ടും പല സമയത്തൊക്കെ അവരുടെ പേയ്മെന്റ് എത്രയാണ് എന്നുള്ളത് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ റിവീൽ ശരിക്കും പറഞ്ഞാൽ ചെയ്തിട്ടുണ്ട് അവരുടെ പേയ്മെന്റ് എത്രയാണെന്ന്. അപ്പോൾ ആ റിവീൽ ചെയ്തവരുടെ പേയ്മെന്റ് മാത്രമേ നമുക്ക് അറിയുള്ളൂ. അല്ലാതെ ഇത്രയും സീസൺ 7 വരെ ഉണ്ടായിരുന്ന സീസണുകളിലെ മത്സരാർത്ഥികളുടെ പേയ്മെന്റ് ഒന്നും തന്നെ നമുക്ക് അറിയില്ല. പക്ഷേ ഇതിൽ എന്തെങ്കിലും നമുക്ക് അറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ നമുക്കൊരു ഹിന്റ് കിട്ടും. കാരണം മലയാളം ബിഗ് ബോസ് സീസൺ 1ന്റെ വിന്നർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ അവരുടെ സീസണിലെ പേയ്മെന്റ് ഒക്കെ വളരെ കൂടുതലായിരുന്നു. ഒത്തിരി പേയ്മെന്റ് അവർക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. എന്ന് വെച്ചാൽ പെർ ഡേ 80,000, 1 lakh ഒക്കെ വരെ ഒരു കണ്ടസ്റ്റന്റിന് കിട്ടുന്ന രീതിയിലായിരുന്നു സീസൺ 1ന്റെ പേയ്മെന്റ്. വളരെ കൂടുതലായിരുന്നു. എനിക്ക് തോന്നുന്നു മഞ്ജു പത്രോസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, സീസൺ 2ലുണ്ടായിരുന്നു മഞ്ജു പത്രോസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു സീസൺ കൊണ്ട് ബിഗ് ബോസ് കൊണ്ട് അവരുടെ ജീവിതം രക്ഷപ്പെട്ടു, അവര് വീട് വെച്ചു. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം എത്രത്തോളം പേയ്മെന്റ് സീസൺ 1ലും സീസൺ 2ലും ഉണ്ടായിരുന്നു എന്നുള്ളത്. കാരണം സീസൺ 1ൽ തന്നെ ഈ പറഞ്ഞ പോലെ പേയ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു പ്രശസ്ത നടി, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം ആ നടി തന്നെ റിവീൽ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഇത് എക്സ്ക്ലൂസീവ് ആയിട്ട് ഞാൻ പറയാം. ആ നടിക്ക് കിട്ടിക്കൊണ്ടിരുന്ന പേയ്മെന്റിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് കൂടുതലായതിന്റെ പേരിൽ ബിഗ് ബോസിൽ ഒരു 50 ഡേയ്സിനൊക്കെ മുന്നേ തന്നെ ഇറങ്ങേണ്ട വന്നിട്ടുണ്ട്. കാരണം അതൊരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ബിഗ് ബോസിന്റെ ടീമും ആ മത്സരാർത്ഥിയും തമ്മിൽ നടന്നു. കാരണം പെർ ഡേ അവർക്ക് നല്ല രീതിയിലുള്ള പേയ്മെന്റ് കിട്ടി. ഒരു 50th എപ്പിസോഡൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ബിഗ് ബോസ് ടീമിന് അത് എന്താ പറയുക, ബെയർ ചെയ്യാൻ പറ്റാത്ത ഒരു എമൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവർ ആ മത്സരാർത്ഥിയായിട്ട് സംസാരിച്ചിട്ട് പുറത്താക്കുകയാണ് ചെയ്തത് എന്നുള്ള ഒരു കാര്യം, അതൊരു എക്സ്ക്ലൂസീവ് കാര്യമാണ്. അത് ആ നടി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. ബട്ട് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ അത്രയും നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പേയ്മെന്റ് സീസൺ 1ലും സീസൺ 2ലും കണ്ടസ്റ്റൻസിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിലർ വിചാരിക്കും 3, 4, 5, 6, 7 ഈ സീസണുകളിലൊക്കെ ഇങ്ങനെയായിരിക്കും പേയ്മെന്റ്. എന്നാൽ അല്ല. പിന്നീട് അങ്ങോട്ട് വന്ന ഓരോ സീസണുകളിലും പേയ്മെന്റ് വളരെ കുറവായിരുന്നു മത്സരാർത്ഥികൾക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ വരെ എനിക്ക് തോന്നുന്നു വളരെ പ്രശസ്തമായ 1, 2, 3 പേർക്ക് മാത്രമേ അത്യാവശ്യം നല്ല പേയ്മെന്റിലേക്ക് വന്നിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ആദ്യത്തെ സീസൺസ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ സീസൺ 1ന്റെയും സീസൺ 2ന്റെയും ശേഷം ഡെയിലി പേയ്മെന്റ് മാറ്റി വീക്ക്ലി പേയ്മെന്റ് ആക്കി എന്നുള്ളതാണ് എനിക്ക്
എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ വീക്ക്ലി പേയ്മെന്റ് എന്നുള്ള രീതിയിൽ വീക്ക്ലി ഇത്ര പേ മാത്രം അവർക്ക്, അങ്ങനെ ഒരു രീതിയിലേക്ക് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മാറി എന്നുള്ളതാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ കണ്ടസ്റ്റൻസിന്റെ പേയ്മെന്റ് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് അവർ റിവീൽ ചെയ്യാത്തോടത്തോളം കാലം നമുക്ക് അറിയാനും സാധിക്കില്ല. പക്ഷെ റിവീൽ ചെയ്യാൻ പാടില്ല എന്നൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. കാരണം അത് അവരുടെ ഒരു എഗ്രിമെന്റ് ആണ്, ഒരു കോൺഫിഡൻഷ്യാലിറ്റി എഗ്രിമെന്റ് കൂടിയാണ്. ഇനി നിങ്ങൾക്കൊരു ഗസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഗസ്സാണ് ഇതെല്ലാം. കാരണം പല ചാനലുകളും ഇത് അവർക്ക് ഇത്ര പേയ്മെന്റ് കിട്ടി, അങ്ങനെ കിട്ടി, ഇങ്ങനെ കിട്ടി. കണ്ടസ്റ്റൻസിന്റെ പേയ്മെന്റ് ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു ഊഹാബോഹത്തിന്റെ പേരിൽ റിവീൽ ചെയ്യാൻ എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ചാനലിലൂടെയും അങ്ങനെ ഒരു ഫോൾസ് ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. പല ചാനലുകളും അത്രയും ഇത്രയും എന്നൊക്കെ പറഞ്ഞിടാറുണ്ട്, ബട്ട് അതില്ല. പക്ഷേ എപ്പോഴും എല്ലാവരും ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ലാലേട്ടൻ്റെ പേയ്മെന്റ് എത്രയാണ്, ലാലേട്ടൻ ഈ കിട്ടുന്ന പേയ്മെന്റ് ഒക്കെ നമ്മൾ വിചാരിക്കുന്ന പേയ്മെന്റ് ആണോ, എങ്ങനെയാണ് ലാലേട്ടൻ്റെ പേയ്മെന്റ് എന്നുള്ളത്. ലാലേട്ടൻ്റെ ഷൂട്ട് ശരിക്കും ബിഗ് ബോസിൽ ഈ വീക്കെൻഡ് എപ്പിസോഡുകളിലാണല്ലോ ലാലേട്ടൻ വരണത്, അല്ലാതെ ഏതെങ്കിലും സ്പെഷ്യൽ ദിവസങ്ങളിലും ചിലപ്പോൾ അത് റെയർ കേസുകളാണ്. വീക്കെൻഡ് എപ്പിസോഡുകളിൽ ലാലേട്ടൻ വരുന്ന സമയത്ത് അത് മൊത്തം 18 എപ്പിസോഡ്സ് അല്ലെങ്കിൽ 18 ദിവസങ്ങളിലേക്കാണ് ലാലേട്ടൻ വരാറ്. എപ്പിസോഡ്സുകളെല്ലാം 18 ദിവസത്തെ ഷൂട്ടാണ്. അപ്പോൾ 18 എപ്പിസോഡിന് ലാലേട്ടൻ സീസൺ 1ലും സീസൺ 2ലും മേടിച്ചുകൊണ്ടിരുന്നത് 16 കോടി ആണ് എന്നുള്ളതാണ് നമുക്കറിയാം. കഴിഞ്ഞ റിപ്പോർട്ട്, പുറത്ത് വന്ന റിപ്പോർട്ട് പ്രകാരം 16 കോടിയാണ് ലാലേട്ടന് സീസൺ 1ലും സീസൺ 2ലും കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞ സീസൺ വരെ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന പേയ്മെന്റ്, ഈ പറയുന്ന 18 ദിവസങ്ങൾ ഷൂട്ടിന് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്ന പേയ്മെന്റ് എന്ന് പറയുന്നത് 20 കോടിയാണ്. പക്ഷേ എനിക്ക് തോന്നിയത് അദ്ദേഹം ഈ സീസണിലും 20 കോടി തന്നെയാണ് മേടിക്കുന്നത്. അതിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അദ്ദേഹം പേയ്മെന്റ് കൂടുതലായിട്ടൊന്നും ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹം ഇപ്രാവശ്യം എന്തായാലും പേയ്മെന്റ് കൂട്ടി ചോദിച്ചിട്ടില്ല. പക്ഷെ എന്നാൽ പോലും കഴിഞ്ഞ സീസണിലെ പേയ്മെന്റ് തന്നെയാണ് ഇപ്രാവശ്യം. അങ്ങനെയാണെങ്കിൽ 18 ദിവസം അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത് 20 കോടി രൂപയാണ് എന്നുള്ളതാണ് ഏകദേശം ഒരു കണക്ക്. ഇനി ഈ ഷൂട്ടിങ്ങിന്റെ കേസ് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ 18 ദിവസം ഇദ്ദേഹം ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. 18 ദിവസം നിങ്ങൾ കാണുന്ന വീക്കെൻഡ് എപ്പിസോഡുകൾ, സാറ്റർഡേ സൺഡേ എപ്പിസോഡുകൾ മുന്നത്തെ സീസണിലെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. അതായത് വെള്ളിയാഴ്ച രാവിലെ മുതൽ ഉച്ച വരെ സാറ്റർഡേ എപ്പിസോഡും ഉച്ചയ്ക്ക് ശേഷം സൺഡേ എപ്പിസോഡും എന്നുള്ള രീതിയിലായിരുന്നു ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നത്. അത് ഫ്രൈഡേ ആയിരുന്നു ഷൂട്ടിംഗ്. എന്നാൽ കഴിഞ്ഞ സീസൺ മുതൽ സാറ്റർഡേ ആണ് വീക്കെൻഡ് എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് സാറ്റർഡേ മോർണിംഗ് എപ്പിസോഡ് ഷൂട്ട് ചെയ്തിട്ട് അന്ന് തന്നെ വൈകുന്നേരം പ്രൊമോ വിടും, അന്ന് തന്നെ വൈകുന്നേരം സാറ്റർഡേ വീക്കെൻഡ് എപ്പിസോഡും എയർ ചെയ്യും. ഉച്ചയ്ക്ക് ശേഷമാണ് സൺഡേയിലത്തെ ഷൂട്ടിംഗ് നടക്കാം. ശരിക്കും പറഞ്ഞാൽ ലാലേട്ടന് ഒരു ദിവസത്തെ ഷൂട്ടിങ്ങേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ സാറ്റർഡേ സൺഡേ 2 ദിവസം ലാലേട്ടൻ ഷൂട്ടിങ്ങിന് വരുന്നില്ല. ആകെ വീക്കെൻഡിൽ, അതായത് ആഴ്ചയിൽ ഒരു ദിവസമേ ലാലേട്ടന് ഷൂട്ടേ ഉള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ 18 ദിവസങ്ങൾ അങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന് പേയ്മെന്റും പോകുന്നത്. ഇതാണ് ഇപ്പൊ എക്സ്ക്ലൂസീവ്ലി നമുക്ക് അറിയാൻ പറ്റുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്. മത്സരാർത്ഥികളുടെ ഞാൻ പറഞ്ഞല്ലോ, അത് നമുക്ക് അറിയാൻ പറ്റുന്ന റിപ്പോർട്ടുകളല്ല. അതൊക്കെ ചിലവർ പുറത്ത് പറയുന്നത് മാത്രമാണ്. പക്ഷെ എല്ലാവരുടെയും അവരുടെ ഒരു കാലിബർ വെച്ചിട്ട് ബിഗ് ബോസ് കൊടുക്കുന്ന ഒരു പേയ്മെന്റ് ആണ്, വീക്ക്ലി പേയ്മെന്റ് ആയിട്ടാണ് കിട്ടുക. പക്ഷേ കഴിഞ്ഞ സീസൺ 1നേക്കാളും സീസൺ 2നേക്കാളും എന്തായാലും പേയ്മെന്റ് കുറവാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ച റിപ്പോർട്ട് പ്രകാരം. അപ്പോൾ ആ പേയ്മെന്റ് ആണ് കണ്ടസ്റ്റൻസിന് വരുന്നതെങ്കിലും ഏകദേശം നമ്മുടെ ഒരു കണക്ക് വെച്ചിട്ട് ലാലേട്ടന്റെ പേയ്മെന്റ് ഒരു കുറച്ചൊരു ആക്യുറേറ്റ്, വേണമെങ്കിൽ 80% എന്ന് പറയാം, അത്രയാണ്. എന്നാൽ പോലും ഇതൊന്നും നമുക്ക് വിശ്വസനീയമല്ല. പല ചാനലുകളും പല ഫേക്ക് ന്യൂസും പുറത്തു വിടുന്നുണ്ട്. ഇതൊന്നും നമുക്ക് അവർ പറയാത്തോടത്തോളം കാലം ഇതൊന്നും നമുക്ക് ജെനുവിൻ ന്യൂസുകളല്ല. നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. എന്തായാലും നിങ്ങൾക്കൊരു ഗസ് ഉണ്ടാവും കണ്ടസ്റ്റൻസിന്റെ പേയ്മെന്റ് എന്ന് അറിയാം. എന്തായാലും ഗസ് ചെയ്യണത് ഒരു ത്രില്ലാണല്ലോ. അപ്പോൾ കമന്റ് ബോക്സിൽ ഞാനും അറിയട്ടെ എത്രയായിരിക്കും ഇത്തവണത്തെ കണ്ടസ്റ്റൻസിന് കിട്ടാൻ പോകുന്ന പേയ്മെന്റ്.